ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ സുസു ജന്നത്ത്. ഇന്ന് ഒരു കെയറിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് കോംബോ ഓഫേഴ്സ് ഉണ്ട്, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും പ്ലാന്റ് വാങ്ങുമ്പം നമ്മൾ ഓൺലൈനായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ നഴ്സറിയിൽ നിന്ന് എവിടെ നിന്ന് പ്ലാന്റ് വാങ്ങുകയാണെങ്കിലും നമ്മൾ കിട്ടിയ പാട് ഈ പ്ലാന്റ് ഈ സാഫിൽ കുറച്ച് നേരം, സാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗിസൈഡാണ്, നഴ്സറി കടയിൽ നിന്നൊക്കെ കിട്ടും. അത് കുറച്ചൊരു സ്പൂൺ എടുത്തിട്ട് ഒരു വാട്ടറിൽ കലക്കിയിട്ട് ഈ റൂട്ട് അതിലൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ വെച്ചതിന് ശേഷം മാത്രം പോട്ട് ചെയ്യുക. എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോട്ടി മിക്സ് എങ്ങനെയാ വെച്ചാൽ, ഞാൻ കൂടുതലും എനിക്ക് യൂസ് ചെയ്യുന്നതും സക്സസ് ആവുന്നതൊക്കെ സാൻഡാണ്. അപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പം ഒരു 3 കപ്പ് സാൻഡ്, ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരുന്നുണ്ട്. പിന്നെ 3 കപ്പ് സാൻഡ്, 1 കപ്പ് പെർലൈറ്റ്, അത് നഴ്സറി കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. വെള്ളം അബ്സോർബ് ചെയ്യാനും പിന്നെന്താ നല്ല എയർ പാസേജ് ഉണ്ടാവാനൊക്കെ നല്ലതാണത് പെർലൈറ്റ്. പിന്നെ 1 കപ്പ് കൗഡക് പൗഡർ, അതായത് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു കപ്പ് എടുക്കുക. സാഫും മണലും, ഇത്രയും 3 മാത്രം മതി. അത് മാത്രം വെച്ചിട്ട് നമ്മൾ പോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് പോട്ടി മിക്സ് ഒക്കെ സെറ്റായി നമ്മളെ കാലാവസ്ഥയായിട്ട് പ്ലാന്റ് ആ പോട്ടി മിക്സിലൊക്കെ പിടിച്ച് റെഡിയായി ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ 2-3 ആഴ്ചക്ക് ശേഷം മാത്രം ചെറിയ രീതിയിൽ വളം കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു പ്ലാന്റ് വാങ്ങുമ്പം ഫസ്റ്റിലെ അതിന് വലിയ വളങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് അത് എന്താ പറയുക വലിച്ചെടുക്കാനുള്ള ഒരു പവർ ഉണ്ടാവില്ല. കാരണം അത് പിടിച്ച് സെറ്റായതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചാണകപ്പൊടി ആകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു മാസത്തിലൊരിക്കൽ, അതായത് 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പിന്നെ ഈ കടല പിണ്ണാക്ക്, അതുപോലെ NPK ആണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യുക, താഴെ ഒഴിച്ചും കൊടുക്കുക. അതൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ കടലപ്പിണ്ണാക്കാണെങ്കിൽ ഒരു പൂട്ടിലേക്ക് ഒരു 2 സ്പൂണ് ഒക്കെ അത്രേ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ വെച്ചാൽ ഈ അഗ്ലോണിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫിന്റെ ഭംഗിയാണ് കാണിക്കുന്നത്, അല്ലാതെ മറ്റു ഫലവൃക്ഷങ്ങളെ പോലെ ഫലം തരുന്ന ഒരു ഇതല്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ വളങ്ങളൊക്കെ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന മതി. കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റിനൊക്കെ കൊടുക്കണമെങ്കിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് കൂടുതൽ ആവശ്യം വരും. പക്ഷേ എഗ്ലോണിമക്ക് അതിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇപ്പോൾ കടലപ്പിണ്ണാക്കാണെങ്കിലും പിന്നെ NPK ആണെങ്കിലും അതുപോലെ എല്ലുപൊടി, അതൊക്കെ പിന്നെ 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെറിയ രീതിയിൽ ഒന്നെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ ആ വാട്ടർ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു മണൽ എടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് ആയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ച ഉണ്ടാവും. പിന്നെ നമ്മളെ എപ്പോഴും ഞാൻ പറയലുണ്ട്, എഗ്ലോണിയം ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ കളർ, ഇപ്പം ഇത് സോംബാറ്റാണ്, കണ്ടില്ലേ നല്ല കളറുണ്ട്. പക്ഷെ ചില സോംബാറ്റിന് ഇത്ര കളർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ കളർ വരുന്നത് പിന്നെ എപ്പോഴും അതിന് വെളിച്ചം കിട്ടുന്നതിനനുസരിച്ചാണ്. അപ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശം പറ്റൂല, പൊരിഞ്ഞ വെയിലത്തെല്ലാം കൊണ്ടുവച്ചാൽ ലീഫെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നല്ല വെളിച്ചമുള്ള എടുത്ത് വെക്കാം. അത് നമ്മൾ സിറ്റ് ഔട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഷെയ്ഡുള്ള ഭാഗത്താണെങ്കിലും വെളിച്ചമുള്ള എടുത്ത് വെക്കാം. പിന്നെ നമ്മളെ പ്ലാന്റ് പിന്നെ എപ്പോഴും ചിലപ്പോഴൊക്കെ വെള്ളം അധികമായിട്ട് പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് റൂട്ട് ചീഞ്ഞൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ റൂട്ട് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാം, ലീഫ് ഇങ്ങനെ ഭയങ്കര മഞ്ഞ കളറായിട്ട് തൂങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാൻ ഇതിൻ്റെ റൂട്ടിന് എന്തോ ഡാമേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തട്ടിയിട്ട് നോക്കാം, റൂട്ട് ഡാമേജ് ആണോ. റൂട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ പുതിയ ബ്ലേഡ് എടുത്തിട്ട് അല്ലെങ്കിൽ പുതിയ കത്തി പിന്നെ നല്ല സാഫിലോ അല്ലെങ്കിൽ വേറെ ഇതിലൊക്കെ മുക്കിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ കട്ട് ചെയ്തിട്ട് സാഫ് പുരട്ടിയിട്ട് ഇതൊരു ഫാസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇതാണ്, വേഗം റൂട്ട് വരാനുള്ള ഒരു പൊടിയാണിത്. ഇത് നമ്മളെ എല്ലാ ഓൺലൈൻ ഷോപ്പിലും കൂട്ടും. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്താൽ മതി. ഫാസ്റ്റ് റൂട്ട് എന്നാണ്. ഇതിൽ സ്റ്റെമ്മ് ഒന്ന് മുക്കിയിട്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് പോട്ട് അത്ര മതി. അതിൽ വെറും മണലിൽ മാത്രം ആ സ്റ്റെമ്മ് കുത്തി വെക്കാം. അപ്പോൾ അതിൽ നിന്ന് പുതിയ മുളകൾ വന്ന് പുതിയ പ്ലാന്റ് വരും. അധികം അങ്ങനെ വരില്ലുണ്ട്. ഫാസ്റ്റ് റൂട്ടിൽ നല്ല ഒരു ഇതാണ്. ഇതിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അങ്ങനെ റൂട്ട് വന്നിട്ടുണ്ട് എൻ്റെ പ്ലാന്റുകളൊക്കെ. നല്ലൊരു ഇതാണ് ഫാസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, എപ്പോഴും
വെള്ളമാണ്, വാട്ടറിങ് ആണ് ഇതിന്റെ വേറൊരു പ്രശ്നം. വാട്ടറിങ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റു ചെടികൾക്ക് ഒഴിക്കുന്ന മതി, കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ പോട്ടി മിക്സ് ഇങ്ങനെ തൊട്ടോക്കെ, അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നുന്ന കുട്ടികൾ തിന്നുന്ന ഇങ്ങനത്തെ ഒരു കോലുണ്ടാവല്ലോ മരം, ഇതിങ്ങനെ ജസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ വെച്ച് നോക്കാം. ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പൊ നമുക്കിത് ഇതിൽ നനവ് കാണും, ഇത്രയും ഭാഗം നനവുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നല്ല വാട്ടറിങ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് മാത്രം 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ വാട്ടർ ചെയ്യാം. അല്ലാതെ കൂടുതൽ വാട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടുകളൊക്കെ ചീഞ്ഞു പോകും. റൂട്ട് ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവാം, ലീഫൊക്കെ കൊഴിഞ്ഞ് മഞ്ഞ കളറായിട്ട് ഒരു ഹെൽത്തി അല്ലാതെ തൂങ്ങി നിൽക്കും പ്ലാന്റ്. അപ്പോൾ നമ്മൾ വാട്ടറിങ് വളരെ ശ്രദ്ധിക്കണം. പോട്ടി മിക്സ് ഡ്രൈ ആവുമ്പോൾ മാത്രം കുറച്ച് 3-4 ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കുക. പിന്നെ ഇത്രയൊക്കെയാണ്, കൂടുതൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല അഗ്ലോണിമക്ക്, ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ. ഇൻഡോർ പ്ലാന്റുകളൊക്കെ അങ്ങനെ തന്നെ. മറ്റ് പ്ലാന്റുകൾ ഫ്ലവറിംഗ് പ്ലാന്റ് പറഞ്ഞാൽ ഫ്ലവർ ഇടുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അഗ്ലോണിമയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു എന്താ പറയുക, സിറ്റ് ഔട്ടിൽ പോയാൽ നമ്മൾ എവിടാണോ അത് വെക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലാന്റ് എപ്പോഴും ലീഫിന്റെ അടിവശം ഇങ്ങനെ നോക്കാം. ഈ പുറമെ ജസ്റ്റ് ചിലപ്പം പ്ലാന്റിനെ ഒന്നും കാണൂല നമ്മൾ. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോൾ ഈ അടിവശം നോക്കാം. ഇവിടെ ഇലപ്പേൻ ഒരു ഇതിലൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അറിയുന്നില്ല, ഒരു സാധനമാണ്, ഒരു വെള്ള ഒരു പറ്റി പിടിക്കുന്ന ഒരു എത്ര ചെറിയൊരു സാധനമാണ് ഇലപ്പേൻ. അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലാന്റ് ആകെ ഡാമേജ് ആയിപ്പോ. അപ്പൊ നമ്മൾ അത് വരുമ്പം തന്നെ ഒന്നെങ്കിൽ നനഞ്ഞൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു പോക്കാം, കുറച്ചൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് ഒരു മരുന്നുണ്ട്, അഡ്മയർ എന്ന് പറഞ്ഞ്, അത് ഞാൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു പോയ്സൺ ആണ്. അപ്പോൾ കുട്ടികളുള്ളിടത്തോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് എന്താണ് കയറില്ലാതെ യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ പിന്നെ മാസ്ക് എല്ലാം ഇട്ട് കയ്യിൽ കവറെല്ലാം ഇട്ടിട്ട് അത് ഒരു കുറച്ച് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തുറസായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്പ്രേ ചെയ്യണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അത് അടിക്കാൻ പാടില്ല, കാരണം പോയ്സൺ ആണ്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തുറസായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ പ്ലാന്റ് മാറ്റി വെച്ചിട്ട് അതിന് 3-4 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് പോയിക്കോളും ഇലപ്പേന്. പിന്നെ വെള്ളീച്ച അങ്ങനത്തെ ആണെങ്കിൽ പ്രശ്നമില്ല, കഴുകി പോക്ക. അല്ലെങ്കിൽ നമ്മളെ അല്ലാത്ത കുറെ മരുന്നുകളുണ്ട്, അത് ഞാൻ ലിങ്കിൽ കൊടുക്കാം. മാജിക് അങ്ങനെ ഓരോന്നുണ്ട്, അതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്താൽ പ്രത്യേകിച്ച് സാഫ് തന്നെ മതി. സാഫ് ഒരു 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ 15 ദിവസം കൂടുമ്പോഴാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ഫംഗിസൈഡുകൾ മറ്റ് ബാക്ടീരിയകൾ ഒന്നും ഈ ഫംഗിസൈഡിന്റെ ഇത് ഉണ്ടാവുമ്പോൾ അങ്ങനെ വരൂല. പിന്നെ വെളിച്ചത്ത് വെക്കുമ്പോൾ തന്നെ പ്ലാന്റിന് ഒരു ചൂടും ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ അങ്ങനത്തെ ബാക്ടീരിയകൾ കീടാണുക്കളൊന്നും ഇതിനെ വന്ന് ആക്രമിക്കൂല. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് കെയർ ചെയ്യുക. അല്ലെങ്കിൽ അടിവശം എപ്പോഴും നോക്കുക, വെള്ളീച്ച ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് കെയറിങ് അത്യാവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ പ്ലാന്റ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും ഈ ബാക്ടീരിയകളും മറ്റില്ലെങ്കിൽ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. ലീഫിന്റെ കളറ് കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല വെളിച്ചെല്ലാം എടുത്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ വാട്ടറിങ് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് പ്ലാന്റിങ്ങിന് ഒരു ബേസിക് കെയർ എന്ന് പറയണമെങ്കിൽ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി നമുക്ക് കോംബോ ഓഫർ നോക്കാം. അതിന്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോ ഒരു മീഡിയം സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ വലിയ 8 ഇഞ്ച് 9 ഇഞ്ച് പോട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് പോട്ടി മിക്സ് അധികം ആവശ്യമില്ല അഗ്ലോണിമക്ക്. അപ്പൊ ഏറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് ഈ ഒരു ടൈപ്പ് പോട്ട് എടുത്താൽ മതി. അത് ചെറിയ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ ചെറിയ കുഞ്ഞു പ്ലാന്റൊക്കെ ആണെങ്കിൽ ഒരു 4 ഇഞ്ച് പോട്ട് അത്ര മതി. പിന്നെ ഈ പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് വലുതായതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് പോട്ട് വലുതാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് സീഡ്ലിങ് വാങ്ങിയാൽ പിടിക്കൂല. സീഡ്ലിങ് പിടിക്കാണ്ട് നിൽക്കൂല, പിടിക്കും. പക്ഷെ നമ്മളെ അതിന്റെ കെയറും കാര്യങ്ങളും അതേ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിടിക്കും. എപ്പോഴും സീഡ്ലിങ് വാങ്ങുകയാണെങ്കിൽ ഒരു 3 ഇഞ്ച് ചെറിയ പോട്ടിലേ വെക്കാൻ പാടുള്ളൂ. വലിയ പ്ലാന്റ് മാത്രം ഒരു 6 ഇഞ്ച് പോട്ടിൽ വെക്കാം. പിന്നെ നമുക്ക് നല്ല ഭംഗി കിട്ടണമെങ്കിൽ വലിയ നല്ല വെള്ള പോട്ടുകളൊക്കെ വാങ്ങിയിട്ട് ഈ പോട്ട് അതിലേക്ക് ഇറക്കി വെക്കാം.
ഈ പോട്ടിന്നാൽ പ്ലാന്റിന് മോശം സംഭവിക്കുകയില്ല, നമുക്ക് ആ ഭംഗി കിട്ടുകയും ചെയ്യും. ആ വെള്ളപ്പോട്ടിൻ്റെ ഭംഗി സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് വെക്കുന്നത് വെച്ചാൽ അവിടെ കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കിനി കോംബോ ഓഫർ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് കോംബോ ഇതാണ് കേട്ടോ. 4 പ്ലാന്റ് ഉണ്ടാവും. ഒന്ന് ലെമണേഡ് ആണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്, ഒരു ന്യൂ വെറൈറ്റി ആണ് ലെമണേഡ്. പിന്നെ സെക്സീലിയ, പിന്നെ ഗ്രീൻ പപ്പായ, പിന്നെ തായി ഫ്രോസൻ. ആ 4 പ്ലാന്റിനും കൂടി 1750 ആണ് കേട്ടോ കോംബോ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് രണ്ടാമത്തെ കോംബോ ഒരു റയർ വെറൈറ്റി പ്ലാന്റുകളാണ്. ഒന്ന് പിങ്ക് കാബേജ്, പിങ്ക് പനാമ, പിങ്ക് സ്പ്ലാഷ്. ഇത് മൂന്നും കൂടി 1050 ആണ് കേട്ടോ കോംബോ റേറ്റ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഗ്രീൻ പപ്പായൻ്റെ നല്ല വലിയ പ്ലാന്റ്, പിങ്ക് സ്പ്ലാഷിൻ്റെ വലിയ പ്ലാന്റ്. ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ ഫുൾ പീച്ചിലേക്ക് വരുന്ന ഒരു പ്ലാന്റ്, ഇതാണ് ലീഫ്. ഈ ഒരു പീച്ചിലേക്ക് ഈ ലീഫുകളൊക്കെ വരും. ഇത് ഫസ്റ്റ് ഗ്രീൻ ആയിട്ടാണ് വരിക, പിന്നെ മാറി മാറി ഈ ഒരു കളറിലേക്ക് വരും. ഈ ഒരു 3 പ്ലാന്റിന്റെ കോംബോണ് 800 റുപ്പീസാണ്. പിന്നെ വരുന്നത് ഈ ഒരു കോംബോ ആണ്. ഇതിൽ വരുന്നത് ഗ്രീൻ പപ്പായ, അന്തിനി, കൊച്ചിൻ പിങ്ക് കേട്ടോ. ഈ 3 പ്ലാന്റിനും കൂടി 1000 റുപ്പീസാണ് കേട്ടോ കോംബോ റേറ്റ് വരുന്നത്.